ശ്രീകാന്തിന്റെ ഗുണ്ടകൾ അപ്പോഴും വേദയെ തിരഞ്ഞ് ഹോസ്പിറ്റലിലൂടെ നടക്കുകയാണ്. വേദ കണ്ണടച്ചു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് അമ്മേ വെള്ളം എന്ന് രാധിക വിളിച്ചു പറയുന്നത്. കുറച്ച് വെള്ളം അമ്മേ, വെള്ളം ദാഹിക്കുന്നു എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നത് കേട്ട് വേദ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. തരുണിന്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു. വേദ അവളുടെ അരികിലേക്ക് ചെന്ന് എന്താ വേണ്ടത് എന്ന് ചോദിക്കെ അമ്മ എന്നവൾ ചോദിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ വേണ്ടെന്ന് വേദ ചോദിക്കെ ഇത്തിരി വെള്ളം എന്ന് രാധിക. ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് വേദ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അവളെ കുടിപ്പിക്കുക. അവൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സ്ട്രെയിൻ എടുക്കണ്ട, കിടന്നോളൂ എന്ന് പറഞ്ഞ് അവളെ തടയുന്നുണ്ട് വേദ. എന്താ പേര് എന്ന് രാധിക ചോദിക്കെ വേദ എന്ന് വേദയും. ഞാൻ എന്ന് രാധിക പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും അറിയാം, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ എടുക്കണ്ട, കിടന്നോളൂട്ടോ എന്ന് പറഞ്ഞ് വേദ അവളുടെ അരികിൽ തന്നെ നിൽക്കും. അവിടെ തരുണിന്റെ അമ്മ സേതുലക്ഷ്മി ഫ്ലാസ്കിൽ വെള്ളമെടുത്ത് വരുമ്പോഴാണ് ശ്രീകാന്തിന്റെ ആളുകൾ അവരുടെ അടുത്തേക്ക് ചെന്ന് ബഹൻ ഇതർ ദേക്കോ തൂ മലയാളി എന്നവർ ചോദിക്കെ അതെ എന്നവരും. അതിൽ മലയാളിയായ ഒരുത്തൻ പെങ്ങളെ ഇങ്ങനൊരാളെ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് വേദയുടെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുക. സേതുലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കെ പറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നവർ വീണ്ടും ചോദിക്കുക. നിങ്ങൾ ആരാ എന്ന് സേതുലക്ഷ്മി ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയുന്നവരും. ഈ സമയത്ത് ആശുപത്രിയിൽ കയറി വന്ന് ആരെയെങ്കിലും പറ്റി ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആരാന്ന് അറിയണ്ടേ ആദ്യം എന്ന് സേതുലക്ഷ്മി ചോദിക്കെ അപ്പോ ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്നവരും ചോദിക്കുക. വേദ രാധികയുടെ അരികിൽ നിന്നും തന്റെ ബെഡിലേക്ക് നടന്നു നീങ്ങുന്നതിനിടെയാണ് പുറത്തെ ബഹളം ശ്രദ്ധിക്കുന്നത്. അവൾ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും അരുണ സിസ്റ്റർ സേതുലക്ഷ്മിയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് വരുന്നുണ്ട്. അരുണയെ കണ്ട് സേതുലക്ഷ്മിയും സിസ്റ്ററെ സെക്യൂരിറ്റിയെ വിളിക്കും എന്ന് പറയേ എന്തിന്, ഞങ്ങൾ വിസിറ്റേഴ്സ് ആണെന്ന് അവരും. അതിനിത് വിസിറ്റിംഗ് ടൈം അല്ലല്ലോ എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. എന്താ പ്രശ്നമെന്ന് അരുണയും ചോദിക്കുക. ഇവർ ഈ സമയത്ത് ഇവിടെ കയറി വന്ന് ഏതോ രോഗിയെ പറ്റി ചോദിക്കുന്നു. തട്ടിക്കൊണ്ടു പോവാനാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് സേതുലക്ഷ്മി പറയേ അയ്യോ അല്ല എന്നവരും പറയുകയാ. സേതുലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തരുൺ ദബാങ് എന്ന് ചെല്ലപ്പേഴിട്ട് വിളിക്കുന്ന ഒരു DCP അറിയോ? ആ DCPയുടെ അമ്മയാ ഞാൻ. നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിസ്റ്ററെ സമയം കളയാതെ സെക്യൂരിറ്റി വിളിക്കുന്ന സേതുലക്ഷ്മി പറയും. ബഹളം കേട്ടപ്പോഴേക്കും വേദയും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു. അവളെ കണ്ട് സേതുലക്ഷ്മിയും കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് അവളോട് മാറി നിൽക്കാനായി പറയുകയാണ്. അരുൺ അപ്പോഴേക്കും സെക്യൂരിറ്റിന്ന് നീട്ടി വിളിക്കുന്നു. അത് കണ്ട് അവരും ഭയത്തോടെ ഞങ്ങളൊന്ന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ട് വന്നത്, വേറെ ഉദ്ദേശമൊന്നുമില്ലെന്ന് അവർ പറയുമ്പോഴേക്കും സേതുലക്ഷ്മി സ്റ്റെപ്പ് ഓടിക്കയറുകയാണ്. അത് കണ്ടവരും സേതുലക്ഷ്മിയുടെ പിറകെ ഓടിക്കയറാനായി തുടങ്ങുമ്പോഴേക്കും അതെ നമുക്ക് പോലീസ് വന്നിട്ട് തീരുമാനിക്കും, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ എന്ന് പറഞ്ഞ് അരുൺ അവരെ തടഞ്ഞ് സെക്യൂരിറ്റിയെ നീട്ടി വിളിക്കും. സേതുലക്ഷ്മിയും വേദയുടെ അരികിലേക്ക് എത്തി പോ പെട്ടെന്ന് മുകളിലോട്ട് എന്ന് പറഞ്ഞ് അവളെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകും. അപ്പോഴേക്കും സെക്യൂരിറ്റി അങ്ങോട്ട് ഓടി വന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോവാൻ നോക്കുന്നു എന്നരുണ ഹിന്ദിയിൽ പറയും. അവർ പെട്ടെന്ന് ഓടി പോകുമ്പോഴേക്കും സെക്യൂരിറ്റിയും അവരുടെ പുറകെ ഓടുന്നു. അപ്പോഴേക്കും അരുണയും സേതുലക്ഷ്മിയുടെയും വേദയുടെയും അരികിലെത്തി അവരൊക്കെ ഓടിപ്പോയി. അല്ല ആരാ അവര് എന്ന് ചോദിക്കെ സേതുലക്ഷ്മി വേദയോടായി മോളെ ആരാ ഇവരൊക്കെ, പറ ഇവരെന്തിനാ നിന്നെ അന്വേഷിക്കുന്നു എന്ന് ചോദിക്കെ വേദ സങ്കടത്തോടെ അവരുടെ കൈ കവർന്നെടുത്ത് കരയുകയാണ്. സേതുലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് വേദയുടെ ബെഡിനരികിലെ ചെയറിലിരുന്ന് വേദ പറഞ്ഞ കഥകളെല്ലാം കേട്ട് സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട് സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ എന്ന്. ജീവനും കയ്യിൽ പിടിച്ച് ഇത്രയും ദൂരേക്ക് ഓടി വന്ന ഞാൻ കളവ് പറയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് വേദ ചോദിക്കുന്നവൾക്ക് അരുണയും പറയുന്നുണ്ട്. അതും സ്വന്തം സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോ സേതുലക്ഷ്മിയും പറയുന്നുണ്ട് മോളെ തരുൺ രാവിലെ വരട്ടെ, ഞാൻ അവനോട് സംസാരിക്കാമെന്ന്. അതെ പിടിക്കാൻ നോക്കിയ സെക്യൂരിറ്റിയെ പറ്റിച്ച് അവർക്ക് ഓടാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ദബാങ്ങിനെ പറ്റിക്കാൻ അവർക്കാവൂല, അത് ഉറപ്പാ എന്നരുണ പറയുന്നത് കേൾക്കെ സേതുലക്ഷ്മി ദേഷ്യത്തോടെ അവളെ നോക്കുകയാ. അത് കണ്ട് അവളും പരുങ്ങലോടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കേട്ട് ആ പേര് നാവിൽ വരൂ അതാ എന്ന് പറയുന്നു. വേദയും പറയുന്നുണ്ട് വേണ്ട, ഇനി ഞാൻ ആരാണെന്നും എന്താണെന്നും പുറത്താരും അറിയാതിരിക്കുന്നതാ നല്ലതെന്ന്. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഡീൽ ചെയ്ത് നല്ല പരിചയം എന്ന് സേതുലക്ഷ്മിയും ആശ്വസിപ്പിക്കുന്നുണ്ട്. വേണ്ടമ്മേ, പോലീസവും നിയമവും മതിയായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. എന്റെ കുടുംബവും എന്റെ ഭർത്താവിന്റെ കുടുംബവും എന്തിനും എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വേദ പറയുകയാ. എന്ന് വേദ പറയേ എന്നിട്ടും ഇങ്ങനൊരു വഴി സ്വീകരിച്ചത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തെ എന്ന് അരുണയും. എന്റെ ഫ്രണ്ട് ശ്രേയയും ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് എന്ന ആ വിഷജീവിക്കെതിരെ കേസ് കൊടുത്ത് ജയിലിൽ അടയ്ക്കാമായിരുന്നില്ലേ എന്ന്. ഞാനും വിക്രമും ആഗ്രഹിച്ചതും അതായിരുന്നു. പക്ഷെ അവസാനം സംഭവിച്ചതെന്താ, ഒരേ ഒരു സാക്ഷിയായിരുന്ന അനിയൻകുട്ടനെ അവർ ഇല്ലാതാക്കി. ആ കുറ്റവും ചന്ദ്രശേഖരൻ അങ്കിൾ കൊല്ലപ്പെട്ട കുറ്റവും വിക്രമിന്റെ തലയിലായി. പകയ്ക്കും പ്രതികാരത്തിനും ഒരവതാരമുണ്ടെങ്കിൽ അതെന്റെ ചേട്ടൻ ശ്രീകാന്താണ്. കൊല്ലാൻ തീരുമാനിച്ചാൽ അയാൾ കൊല്ലും. അതിനയാൾക്ക് നിരവധി മാർഗങ്ങളുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാവൂ
ആ കുഞ്ഞി ലോകത്ത് ജീവിച്ചിരിക്കുന്ന വിവരം കുറച്ചു കാലത്തേക്കെങ്കിലും ആരും അറിയരുത്. അത്രയും മതി എനിക്ക്. ബാക്കി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ ജീവൻ ഉറപ്പാക്കിയിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. ഇതുവരെ അനുഭവിച്ചതിനെല്ലാം എനിക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കാൻ എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഇനിയിപ്പോ എന്ത് കേട്ടാലും മോൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട. എന്തായാലും മോള് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ദേ ഗർഭിണിയാണെന്നും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെയൊരു തിരച്ചില്. ഇനി അടുത്ത പ്രാവശ്യം പെണ്ണുങ്ങളെ വിട്ടാവും തിരയുന്നത്. അതിനു മുമ്പ് എന്തായാലും ആശുപത്രി രേഖയിൽ നിന്ന് ഈ റിയൽ നെയിം മോള് മാറ്റിയേ പറ്റൂ. രാത്രി സെല്ലിൽ വിക്രം ഉറങ്ങാതിരിക്കുന്നത് കണ്ട് രാഘവേട്ടൻ എഴുന്നേറ്റ്, വിക്രം എന്താടാ വീട്ടുകാർ വന്നത് ആലോചിച്ചിരിക്കുകയാണോ നീ എന്ന് ചോദിക്കേ, വേറെന്താ ഞാൻ ആലോചിക്കുക രാഘവേട്ട എന്ന് വിക്രം. രാഘവേട്ടനും പറയുന്നുണ്ട്, ഞാൻ ആദ്യം ജയിലിലേക്ക് വന്നതേ ഒരു മോഷണ കുറ്റത്തിനാ. മോഷ്ടിച്ചത് എന്താണെന്നറിയാമോ? അമ്മയുടെ കഴുത്തിലെ താലി എന്ന് പറഞ്ഞ് രാഘവേട്ടൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, നീ അമ്പരക്കണ്ട, അമ്മയുടെ കഴുത്തിന്നല്ല. ഒരു ദിവസം അമ്മയും അച്ഛനും തമ്മില് അച്ഛന്റെ മദ്യപാനത്തെ ചൊല്ലി ഭയങ്കര വഴക്കായി. അമ്മയാണേൽ കഴുത്തേന്ന് താലി ചെയിൻ വലിച്ചു പൊട്ടിച്ച് അച്ഛൻ നമ്മുടെ അടുത്ത വീട്ടിലെ പണയം പലിശയ്ക്ക് കൊടുക്കുന്ന മോഹനൻ ചേട്ടന്റെ കൈ പണയം വെച്ചു. അമ്മയാണേൽ കരച്ചിലോട് കരച്ചില്. താലിമാല നഷ്ടപ്പെട്ടതിനേക്കാളും മോഹനേട്ടന്റെ ഭാര്യയുടെ മുഖത്തു നോക്കുന്നതായിരുന്നു അമ്മയുടെ വിഷമം. ആ വിഷമം കണ്ടപ്പോഴാണ് ഞാൻ ആദ്യം മോഷ്ടിക്കാൻ തീരുമാനിച്ചത് എന്റെ അമ്മയുടെ താലിമാല. പക്ഷേ മോഷണം വിജയിച്ചില്ല. അന്ന് രാത്രി തന്നെ എന്നെ പിടിച്ചു. മോഹനേട്ടന്റെ ഭാര്യയുടെ താലിമാല മോഷ്ടിച്ചെന്നായിരുന്നു പരാതി. അത് എന്റെ അമ്മയുടേതായിരുന്നു എന്ന് ഞാൻ വാശി പിടിച്ചു. അന്ന് പക്ഷേ എന്താ ഉണ്ടായതെന്ന് അറിയാമോ? പോലീസ് ചോദിച്ചപ്പോ താലിമാല മോഷണം പോയതല്ലെന്ന് അമ്മ മൊഴി കൊടുത്തു. അങ്ങനെ ഞാൻ കള്ളനായി. അച്ഛൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നീടമ്മ എന്നെ കാണാൻ ജയിലിൽ വന്നപ്പോ പറഞ്ഞു. എട്ടുതാലി പണയം വെച്ച നാണക്കിടിന്ന് രക്ഷപ്പെടാനാണോ, അതോ പെട്ടെന്ന് പൈസ കൊടുക്കണമെന്ന് മോഹനേട്ടൻ പറയുമെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛൻ അമ്മയോട് അങ്ങനെ പറയാൻ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷേ ആ സംഭവം മുതലേ ഞാനൊരു കള്ളനായി മാറി. പിന്നെ എത്രയോ കളവുകൾ. പെങ്ങളെ കല്യാണം നടന്നു, അച്ഛന്റെ ഓപ്പറേഷൻ, അമ്മയുടെ ചികിത്സയ്ക്ക്, ഇതിനെല്ലാത്തിനു വേണ്ടി ഞാൻ മോഷ്ടിച്ചു. മോഷണമല്ലാതെ വേറൊന്നും പഠിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ അതിനിടയ്ക്ക് പലതരത്തിലുള്ള മനുഷ്യരെ കണ്ടു, പലതരത്തിലുള്ള ജീവിതങ്ങൾ കണ്ടു. ആ അനുഭവം കൊണ്ട് പറയാ, ഞാൻ കണ്ട പല മനുഷ്യരെക്കാളും ഭാഗ്യവാനാടാ നീ. കാരണം നിനക്ക് കാത്തിരിക്കാനും നിന്നെ കാത്തിരിക്കാൻ ആളുകളുണ്ട്. കാത്തിരിക്കാൻ ആരുമില്ലാത്തവനെ പോലെ ഗതികെട്ടവൻ ലോകത്താരുമില്ല എന്ന് രാഘവേട്ടൻ പറയുന്നത് കേൾക്കെ, അതിന് രാഘവേട്ടനെ കാത്തിരിക്കാനും ആളുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച അമ്മുമ്മ വന്നിട്ട് പോയില്ലേ എന്ന് വിക്രം ചോദിക്കുന്നു. നീ കണ്ടല്ലേ എന്ന് രാഘവേട്ടനും. ആ കണ്ടു. ഈ പ്രായത്തിലും എന്ത് ചുറുചുറുക്ക അമ്മുമ്മയ്ക്ക് എന്ന് വിക്രം പറയുന്നുണ്ട്. അതെന്റെ അമ്മുമ്മയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് രാഘവേട്ടൻ ചിരിയോടെ ചോദിക്കേ, പിന്നല്ലേ എന്ന് വിക്രം. അല്ല, അതൊരു കളവും മുതല. അനിയത്തിയുടെ കല്യാണവും അച്ഛന്റെ മരണവും കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, കയ്യിൽ പൈസയുമില്ല. നാട്ടിൽ ചില പണിക്കൊക്കെ പോവാൻ നോക്കി. പക്ഷേ കട്ടുശീലിച്ചവന് വേറെ തൊഴിൽ വഴങ്ങി. അങ്ങനെ ഒരു യൂറോപ്പുകാരന്റെ വീട്ടിൽ കക്കാൻ കയറി. അലമാരയടക്കം ഒരു സാധനവും തുറക്കാൻ പറ്റിയില്ല. എല്ലാം പൂട്ടി ഭദ്രം. അങ്ങനെ മുറിക്കുള്ളിൽ കയറി പരിശോധിച്ചു നടക്കുമ്പോ സ്നേഹത്തോടെ ഒരു വിളി, മോനേന്ന്. തിരിഞ്ഞു നോക്കിയപ്പോ ഒരമ്മൂമ്മ. കക്കാനാണെങ്കിൽ ഇവിടെ നിന്നൊന്നും കിട്ടൂല എന്നും പറഞ്ഞ് പിന്നെ അമ്മൂമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ അങ്ങ് യൂറോപ്പില്ല. അവരൊന്നും ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല. അവര് ഗംഭീരന്മാരാണെന്ന് നാട്ടുകാരെ അറിയിക്കാനാ ഈ അമ്പലം പോലത്തെ വീട് കെട്ടി വെച്ചേക്കുന്നത്. ഈ അമ്പലത്തിലെ ഒരേ ഒരു പ്രതിഷ്ഠ ഞാനാ. നിത്യപൂജയൊന്നുമില്ല. 2 ദിവസം കൂടുമ്പോ അടിച്ചു തുടയ്ക്കാനും 2 ദിവസത്തേക്കുള്ള നിവേദ്യം ഉണ്ടാക്കി വെക്കാൻ ഒരു പൂജാരി പെണ്ണ് വരും. എനിക്ക് സ്വയം ഉണ്ടാക്കാൻ അറിയാമേലഞ്ഞിട്ടല്ല, എന്റെ വീട്ടുകാരായ ദേവസ്വം കമ്മിറ്റിക്കാർക്ക് പ്രതിഷ്ഠ സ്വയം ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ അമ്മൂമ്മയെ അനുകരിച്ച് രാഘവേട്ടൻ പറയുന്നതുകൾക്ക് വിക്രവും ചിരിക്കുകയാണ്. എനിക്ക് ആ അമ്മൂമ്മ പറയുന്നത് കേട്ടപ്പോ ഭയങ്കര രസം തോന്നി. ഞാൻ ചോദിച്ചു, അമ്മേ മഹാമായെ, ഈ ഭക്തൻ എന്താണ് വേണ്ടത്? അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, എന്നെ ഈ മൂലസ്ഥാനത്തു നിന്നും ഇളക്കി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുടിയിരുത്തോന്നു. നിന്റെ അമ്മൂമ്മയായിട്ട് ഞാൻ അവിടെ ഇരുന്നോളാമെന്ന്. അപ്പൊ തന്നെ കട്ടു, വീട്ടിൽ കൊണ്ടുപോയി. പക്ഷേ ഭഗവതിയല്ലേ കട്ടത്. CCTV തേച്ചു. മക്കൾ കേസ് കൊടുത്തു. അവര് നാട്ടിൽ വന്നൊന്നുമില്ല. ഇവിടെ ഒരു വക്കീലിനെ വെച്ചു. കേസ് അമ്മുമ്മയെ കൊണ്ടുപോയതിനല്ലായിരുന്നു. അമ്മുമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 10 പവന്റെ മാല ഞാൻ മോഷ്ടിച്ചെന്നും പറഞ്ഞായിരുന്നു. അത് പോലീസ് വന്നപ്പോ ഊരി വലിച്ചെറിഞ്ഞിട്ട് അമ്മുമ്മ എന്റെ കൂടെ വന്നു. പിന്നെ എന്റെ അമ്മുമ്മയായി എന്റെ വീട്ടിൽ കൂടി എന്ന് രാഘവേട്ടൻ പറയുന്നവർക്ക് ചിരിയോടെ. അപ്പോ അവരുടെ മക്കളൊന്നും എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ആരും അന്വേഷിച്ചില്ല. വയസ്സാങ്കാലത്ത് ഒരു കള്ളന്റെ കൂടെ ഇറങ്ങിപ്പോയി നാണം കെടുത്തിയ ആളല്ലേ. അങ്ങനെ മുണ്ടയ്ക്കൽ ഭാർഗവി അമ്മുമ്മ എന്റെയും കൂടി അമ്മൂമ്മയായി. എന്റെ അമ്മയുടെ അവസാന കാലത്ത് അമ്മൂമ്മയായിരുന്നു ഏക ആശ്രയം. അമ്മ മരിച്ചു. ഞാനും അമ്മയും തനിച്ചായപ്പോ ഞാൻ മോഷണം അവസാനിപ്പിച്ചു. ഒരു വണ്ടി കപ്പലണ്ടി വിറ്റാലും പോരേടാ നമുക്ക് ജീവിക്കാൻ എന്നൊരൊറ്റ ചോദ്യം. അതായിരുന്നു കാരണം എന്ന് രാഘവേട്ടൻ പറയേ, ഇവിടെ വന്നത് എന്ന് വിക്രവും ചോദിക്കും. അത് കുറെ കാലത്തിനു ശേഷം അമ്മൂമ്മയെ അന്വേഷിച്ച് അവരുടെ പേരക്കുട്ടികൾ വന്നു. അവർക്ക് നാട്ടിലെ വീടും പറമ്പും വിൽക്കണം. കുറെ കാലത്തിനു ശേഷം അമ്മൂമ്മയെ അന്വേഷിച്ച് അവരുടെ പേരക്കുട്ടികൾ വന്നു.
അവർക്ക് നാട്ടിലെ വീടും പറമ്പും വിൽക്കണം. അതിന് അമ്മൂമ്മയുടെ ഒരു ഒപ്പ് വേണം. അതായിരുന്നു ആവശ്യം. അമ്മൂമ്മ കൊടുക്കൂലെന്ന വാശിയും. ഞാൻ ആദ്യം ഒന്നിലും ഇടപെട്ടില്ല. പക്ഷേ സ്വത്തിന്റെ പേരും പറഞ്ഞ് അവൻ സ്വന്തം അമ്മൂമ്മയെ തല്ലുന്നത് കണ്ടപ്പോ സഹിച്ചില്ല. ഞാൻ അവന്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്കൊരു തള്ളു തള്ളി. തല വീണത് മുറ്റത്തെ പടിയില്ല. തല പൊളിഞ്ഞു, ചത്തു. മനഃപൂർവ്വമുള്ള കൊലയായിരുന്നില്ല. എന്നാലും കിട്ടി 7 വർഷം തടവ്. ആ വീട് അമ്മൂമ്മ ഏതോ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിന്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നു. എന്റെ കേസിൽ അവർ അപ്പീലിന് പോണം. അതേ അമ്മൂമ്മയ്ക്ക് ഡിമാൻഡ് ഉള്ളൂ. ചിലപ്പോ നേരത്തെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. എന്നിട്ട് വേണം അമ്മൂമ്മയോടൊപ്പം ഒരു ജീവിതം ആരംഭിക്കാൻ. പ്രതീക്ഷകളല്ലാതെ മനുഷ്യന് മുന്നിൽ എന്താ ഉള്ളത്? അതുകൊണ്ടാ പറഞ്ഞത് പ്രതീക്ഷ കൈവിടരുത്. വേദ ഇപ്പോ നിന്നെ കാണാതെ മറിഞ്ഞിരിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ടെന്നാണ് തോന്നുന്നത്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ശ്രീകാന്തോ അയാളുടെ ഗുണ്ടകളോ ഒന്നുമല്ല. മറ്റെന്തോ കാരണമുണ്ട്. അതെന്താണെന്ന് ഒരിക്കൽ അവള് തന്നെ നിന്നോട് പറയും. ഉറപ്പ് എന്ന് കിടന്നുകൊണ്ട് രാഘവേട്ടൻ പറയുകയാണ്. ഹോസ്പിറ്റലിൽ രാധികയെ സേതുലക്ഷ്മി ഫുഡ് കഴിപ്പിക്കുമ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. എഴുന്നേറ്റിരിക്കുന്ന രാധികയെ കണ്ട് ആഹാ രാധിക ഉഷാറായല്ലോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതെ, മുമ്പൊക്കെ ഒന്ന് കണ്ണു തുറന്ന് 1-2 വാക്ക് മിണ്ടിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും മയങ്ങി പോകുമായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാ ഇത്രയും നേരം ഉണർന്നിരിക്കുന്നതെന്ന് സേതുലക്ഷ്മിയും പറയുന്നുണ്ട്. ഡോക്ടർ അവളെ പിടിക്കുന്ന നേരം അവൾ ഒഴിഞ്ഞു മാറുകയാ. അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒന്നും പേടിക്കണ്ട, രാധികയെ ആരും ഒന്നും ചെയ്യില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും വേദയും അങ്ങോട്ടെത്തുന്നു. വേദ പറയുക, ഇന്ന് രാവിലെ ഞാനും ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. ഇന്നലെ എന്നോട് പേരൊക്കെ ചോദിച്ചതാ. ഇന്നിപ്പോ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെയാ പറയുന്നു. എന്നവൾ പറയേ, ആര് വരാനാ രാധിക? ഞങ്ങൾ ഇവിടുള്ളപ്പോ ആരും വരില്ലാട്ടോന്ന് ഡോക്ടർ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നവളും പരിഭ്രമത്തോടെ ചോദിക്കുക. കത്തിയും വാളും ഒക്കെ ആയിട്ടാ വരുന്നത്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നവൾ വീണ്ടും ചോദിക്കേ. ഒന്നും പറ്റില്ല, പറ്റാൻ നമ്മൾ സമ്മതിക്കില്ല. പോരെ, തരുണിനെ ഇന്നലെ കണ്ടില്ലല്ലോ. ആ ബോംബ് കേസിന്റെ പിറകെ ആയിരിക്കുമല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അതെ, 2 ദിവസമായിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റാതെയുള്ള ഓട്ടത്തിലാണ്. പക്ഷെ എല്ലാ അരമണിക്കൂറിലും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും എന്ന് സേതുലക്ഷ്മി പറയേ. എന്നെ വന്ന് കാണാൻ പറയണേ എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. പറയാമെന്ന് സേതുലക്ഷ്മി പറയേ. രാധികയോടായി പേടിക്കണ്ടോ, ഒന്നും സംഭവിക്കില്ല എന്ന് ആശ്വസിപ്പിച്ച് അരുണെ സെയിം ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എന്നോർമ്മിപ്പിച്ച് വേദയുടെ അരികിലേക്ക് ചെന്ന് വേദ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. അതെ എന്നവളും പുഞ്ചിരിയോടെ തലയാട്ടുകയാ. എന്നാ ശരിയെന്ന് പറഞ്ഞ് ഡോക്ടറും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു. വേദ തിരികെ തന്റെ ബെഡിലേക്ക് പോകാൻ തുടങ്ങുന്ന നേരം അരുണ പറയുന്നുണ്ട്, വേദ റെക്കോർഡിൽ പേര് ചേഞ്ച് ചെയ്യുന്നത് അത്ര ഈസിയല്ല കേട്ടോ എന്ന്. അവസാനം ഇന്നലത്തെ പ്രശ്നം എനിക്ക് ഡോക്ടറോട് പറയേണ്ടി വന്നു. സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന പേരിൽ സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടാ അത് നടന്നത്. ഇപ്പൊ റെക്കോർഡ്സിൽ വേദയില്ല, പകരം കൂട്ടുകാരിയുടെ പേരാ ശ്രേയ. അതുപോരെയെന്ന് അരുണ ചോദിക്കേ. അതില് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് വേദയും. ഏയ് ഒന്നും സംഭവിക്കില്ലെന്ന് അരുണ പറയേ. എന്നാലും ഇന്നലെ നമ്മൾ സംസാരിച്ചതെല്ലാം ഡോക്ടറോട് പറയേണ്ടിയിരുന്നോ എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുന്നു. അത് പേടിക്കണ്ട, അതൊക്കെ രഹസ്യമായിരിക്കും. ഈ പൊസിഷനിലുള്ള ഒരാളറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ കുറച്ചു കഴിഞ്ഞാൽ രാധികയ്ക്കൊരു മയക്കമുണ്ടാവും, അത് കാര്യമാക്കണ്ട. ശരിയെന്ന് പറഞ്ഞ് അരുൺ എവിടുന്ന് പോവുകയാണ്. പിന്നീട് ജയിലിനകത്തെ പറമ്പിലിരിക്കുകയായിരുന്നു വിക്രം. അപ്പോഴാണ് ജയിലർ ആൻഡ്രൂസ് അങ്ങോട്ട് വന്ന്, വിക്രം എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പറമ്പിലായിരുന്നു പണി, ലഞ്ച് ബ്രേക്കിന്റെ സമയമല്ലേ, അതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ ഇരുന്നേ ഉള്ളൂ എന്ന് വിക്രത്തോടും ഇരിക്കാനായി പറഞ്ഞ് അവന്റെ കൂടെ ഇരുന്ന് ആൻഡ്രൂസ് പറയുന്നുണ്ട്. ഞങ്ങൾ ജയിൽ ജീവനക്കാരും പോലീസുകാരും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. എന്തെന്നറിയോ, സാധാരണ മനുഷ്യനുള്ള ക്രിമിനൽസിനെ കണ്ടെത്തി പിടികൂടാൻ അവർക്ക് ശിക്ഷ നേടിക്കൊടുത്ത് സമൂഹത്തെ ക്രിമിനലുകളിൽ നിന്ന് രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഞങ്ങൾ പക്ഷേ ശ്രമിക്കുന്നത് ക്രിമിനലുകളായി വരുന്ന ആളുകളിലെ മനുഷ്യരെ കണ്ടെത്താനാണ്. ഒരു തുറന്ന ലോകത്തു നിന്ന് ക്രിമിനലുകളെ ഒഴിവാക്കി മനസമാധാനം നിലനിർത്താൻ അവർ ശ്രമിക്കുമ്പോൾ ഈ അടഞ്ഞ ലോകത്തിനുള്ളിൽ മനുഷ്യരെ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. പലതരത്തിലുള്ള കുറ്റവാളികളെ കണ്ട് ശീലമുള്ളതുകൊണ്ട് പലരുടെയും ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്കറിയാം. വിക്രം തെറ്റുകാരനല്ലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ ഈ യൂണിഫോം കൈമാറിയത്. ഈ കാലം ജീവിതത്തിൽ കിട്ടിയ ശിക്ഷാകാലമായി കാണരുത്, പകരം ഒരു ട്രെയിനിങ് സെക്ഷൻ ആണെന്ന് കരുതും. ജയിലിൽ വരുന്നവരിൽ അപരാധികളും നിരപരാധികളും ഉണ്ടാവും. കുറ്റം ചെയ്തവർക്ക് കുറച്ചുകൂടി പൊരുത്തപ്പെടാൻ പറ്റും. ഒരുപക്ഷെ ഞാൻ തന്നെയാണല്ലോ ഈ ജീവിതത്തിന് കാരണമെന്ന് ഈസി ആയിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാത്തവർക്ക് അത് എളുപ്പമല്ല. വിക്രത്തിനും അത് അങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റ് ഷിഫ്റ്റ് യുവർ ഫോക്കസ്. ജയിലിൽ കിടന്ന് ജീവിതത്തിൽ ഒരുപാട് നേട്ടം കൊയ്തവരുമുണ്ട്. പ്രധാനമന്ത്രി വധക്കേസിൽ 31 വർഷം ജയിലിൽ കിടന്നയാളിന്ന് വിചാരണ തടവുകാർക്ക് വേണ്ടി നിയമസഹായം ചെയ്യുന്ന വക്കീല. ജീവിതത്തിലെ ഏതു ഘട്ടവും ഒരു സാധ്യതയാണ് വിക്രം, അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞ ചിരിയോടെ അവന്റെ തോളത്ത് തട്ടിക്കൊണ്ട് ആൻഡ്രൂസ് സാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. വേദ എവിടെ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോഴാണ് സേതുലക്ഷ്മി വിളിച്ച്, ഞാനൊന്ന് പുറത്തോട്ട് പോവാണേ, ഒന്ന് നോക്കിക്കോണേ എന്ന് പറയുന്നത്. അപ്പോഴാണ് തരുൺ അങ്ങോട്ട് കയറി വരുന്നത്. തരുൺ വന്നല്ലോ, ഇനിയിപ്പോ പ്രശ്നമില്ലെന്ന് സേതുലക്ഷ്മി അവളോട് പറയുന്നു. അമ്മ ഇപ്പോ വരാമെന്ന് പറഞ്ഞ് സേതുലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. തരുൺ രാധികയുടെ അരികിലേക്ക് ഇരുന്ന് അവളോട് സോറി പറയുകയാണ്. എന്തിന് എന്നവൾ ചോദിക്കുക. നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് മുഴുവൻ സമയവും
അടുത്തിരിക്കാതെ പോയതിന് എന്ന് തരുൺ പറയുമ്പോഴേക്കും രാധിക ബെഡിൽ എഴുന്നേറ്റിരിക്കുക. തരുണേട്ടാ, എനിക്ക് എന്താ പറ്റിയത് എന്നവൾ ചോദിക്കെ. എന്തു പറ്റാൻ എന്ന് തരുൺ. ചിലപ്പോ കുറെ പേരെന്നെ ആക്രമിക്കാൻ വരുന്നൊന്നു തോന്നുന്നു. നമ്മുടെ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് എന്ന് പരിഭ്രമത്തോടെ അവൾ പറയുമ്പോഴേക്കും തന്നോട് അവളെ തടഞ്ഞ് അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കും. ധൈര്യമായിട്ടിരിക്കുന്ന അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഏട്ടൻ ഇനി പോവോ എന്നവൾ പരിഭ്രമത്തോടെ ചോദിക്കേ. ഇല്ല, ഡെലിവറി കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെയും കൊണ്ടേ പോവൂ പോരെ എന്ന് തരുൺ ചോദിക്കുന്നുണ്ട്. രാധിക വീണ്ടും പറയുക, ചിലപ്പോ ഈ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിനെ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിലും എന്നവൾ ടെൻഷനോടെ ചോദിക്കേ. നീ എന്തൊക്കെ ഈ പറയുന്നത്? വേറെ എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തരുണും ചോദിക്കുക. നല്ലതൊന്നും എനിക്കിപ്പോ മനസ്സിൽ വരുന്നില്ല തരുണേട്ടാ. കണ്ണടച്ച ചോരയുടെ നിറം, ചോരയുടെ മണം എന്നവൾ പറയേ. നീ എല്ലാം മനസ്സിൽ നിന്ന് കള, ഒന്നും സംഭവിക്കില്ലെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക. ഞാനില്ലേ കൂടെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നവൻ ചോദിക്കുന്നവൾക്ക് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തരുണേട്ടാന്ന് വിളിക്കുന്നുണ്ട് രാധികയും. ഒന്നും സംഭവിക്കില്ലെന്ന് ആശ്വസിപ്പിക്കുക തരുൺ. അവളും സങ്കടത്തോടെ പറയുക, ഈ പ്രസവത്തോടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞിനെ എന്നേക്കാൾ നന്നായി സ്നേഹിക്കണം തരുണേട്ട എന്നവൾ പറയുന്നത് കേൾക്കെ. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അതെ, നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് തരുണു. അവൾ വീണ്ടും പരിഭ്രമത്തോടെ പറയുന്നുണ്ട്. മനുഷ്യ ശരീരങ്ങൾ കത്തുന്ന മണം അനുഭവിച്ച കുട്ടിക്കാലത്തൊരു രാത്രി ഞാൻ ഉണർന്നത് ചുറ്റും തീയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. ആരൊക്കെയോ ചേർന്നെന്നെ വാരിയെടുത്തോടി. മതത്തിന്റെ പേരിൽ മനുഷ്യർ നടത്തിയ കലാപത്തിനൊടുവിൽ എന്റെ വീട്ടിൽ ബാക്കിയായത് ഞാൻ മാത്രമാ. ആ വെക്കേഷൻ കാലത്ത് നാട്ടിൽ നിന്ന് എന്നെയും ചേട്ടനെയും അമ്മയെയും അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊഴികെ എല്ലാവരും വന്ന് വെന്തില്ലാതെയായി. പിന്നീട് കുറെ കാലം ആ ഓർമ്മയിലായിരുന്നു ഞാൻ അനാഥാലയത്തിൽ ജീവിച്ചിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വരുന്ന കൗൺസിലർമാരും ഡോക്ടേഴ്സും ചേർന്ന് എങ്ങനെയൊക്കെ എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പിന്നീട് തരുണേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നപ്പോ ഞാൻ ശരിക്കും മറ്റൊരാളായി. പക്ഷേ ഇപ്പൊ മറന്നു വെച്ചതെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. മരിച്ചു പോയവരെല്ലാം എന്റെ ചുറ്റിനും വന്ന് നിൽക്കുന്നു. മനുഷ്യമാംസം കരിയുന്ന മണം. ചിലപ്പോ കിടക്കയ്ക്ക് ചുറ്റും തീ ആളുന്നത് പോലെ തോന്നുന്നു. തരുണേട്ടാ, ഞാൻ മരിച്ചു പോയാൽ നമ്മുടെ കുഞ്ഞിന് സന്തോഷവും സമാധാനവും മാത്രമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തണേ. ചോരയുടെ മണവും നിറവും നമ്മുടെ കുഞ്ഞറിയരുത് എന്ന് പറഞ്ഞവൾ സങ്കടത്തോടെ കരയുമ്പോഴേക്കും തരുൺ അവളെ ചേർത്ത് പിടിച്ച്, എന്താ ഇത് മോളെ? ഇല്ല, ഈ ആശുപത്രി വിട്ടിറങ്ങുന്നതോടെ നമ്മൾ ഇവിടം വിട്ടു പോകും. മനുഷ്യർ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് താമസം മാറാം. അന്ന് ആരും നമ്മളോട് ഒന്നിനും വരില്ല, ഉറപ്പ്. നോക്കുമോളെ, ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ സ്നേഹത്തോടെ അവളുടെ നെറുകിൽ ഉമ്മ വയ്ക്കുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ വീണ്ടും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക തരുൺ. അവിടെ ജയിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വിക്രമും അമ്മയെ സ്വപ്നം കാണുന്നു. തന്റെ പുറകിൽ നിന്നും അമ്മ മോനെ എന്ന് വിളിക്കുക. തിരിഞ്ഞു നോക്കിയവനും അമ്മയെ കണ്ട് സ്നേഹത്തോടെ കൈനീട്ടി അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്വപ്നത്തിൽ അമ്മ മാഞ്ഞു പോവുകയും വിക്രം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. കിതപ്പോടെയും പരിഭ്രമത്തോടെയും ചുമരു ചാരിയിരിക്കുന്ന വിക്രത്തെ കാണിക്കുന്നിടത്താണ് ഈ ആഴ്ചയിലെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.